Good morning all. എൻ്റെ സെമിനാർ ടോപ്പിക് ഫ്ലാവിവിറിഡി ബെന്നിയവിറിഡി നമ്മുടെ സിലബസിൽ മൊഡ്യൂൾ 4 വൈറൽ ഹെമറേജിക് ഫീവർ ഫോർ RNA വൈറസസ് അതിൽ ആദ്യത്തെ രണ്ടെണ്ണം സാനി എടുക്കും, ലാസ്റ്റത്തെ രണ്ടെണ്ണം ഫ്ലാവിവിറിഡിയും ബെന്നിയവിറിഡിയും. അതുപോലെ തന്നെ മൊഡ്യൂൾ 5 എൻസെഫലൈറ്റിസ്, ജാപ്പനീസ് എൻസെഫലൈറ്റിസ്. ഇങ്ങനെ 4 എണ്ണത്തെ പറ്റിയാണ് ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത്. എന്താണ് വൈറൽ ഹെമറേജിക് ഫീവേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വൈറൽ ഫീവർ hemorrhagic fevers are a group of diseases that are caused by several distinct families of virus. ഈ ഹെമറജിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്ലീഡിംഗ് ആണ്. ബ്ലഡ് വെസലിന് ഡാമേജ് കോസ് ചെയ്തിട്ട് ബ്ലീഡിങ് ഇൻസൈഡ് ദ ബോഡി അല്ലെങ്കിൽ ഔട്ട്സൈഡ് ദ ബോഡി കോസ് ചെയ്തിട്ട് ഓർഗൻ സിസ്റ്റത്തിൻ്റെ ഫെയിലിയറിന് കാരണമാകും. ഈ വൈറൽ ഹെമറജിക് ഫീവേഴ്സിൽ രണ്ട് ഫാമിലിയിൽ വരുന്നതാണ് ഫ്ലാവിവിറിഡിയും ബെന്നിയവിറിഡിയും. ഈ രണ്ട് ഫാമിലിയിലുള്ളത് ആർബോ വൈറസസ് തന്നെയാണ്. ഈ ആർബോ വൈറസ് എന്ന് ഉദ്ദേശിക്കുന്നത് ആർത്രോപോഡ് ബോൺ വൈറസ്, അതായത് ആർത്രോപോഡിലൂടെ വൈറസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുക. ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത് ബൈ ദ ബൈറ്റ് ഓഫ് ഇൻഫെക്റ്റഡ് ആർത്രോപോഡ്. ആർത്രോപോഡിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് മൊസ്കിറ്റോയും ടിക്സ് ആണ്. നമ്മളിവിടെ പഠിക്കുന്ന നാലെണ്ണത്തിനും മൊസ്കിറ്റോസ് ആണ് വെക്ടേഴ്സായിട്ട് ആക്ട് ചെയ്യുന്നത്. ഫ്ലാവിവിറിഡെ ഫാമിലിയിൽ വരുന്ന രണ്ടെണ്ണമാണ് ഡെങ്ക്യും യെല്ലോ ഫീവറും. ബെന്നിയവിറിഡയിൽ വരുന്നതാണ് റിഫ്റ്റ് വാലി ഫീവർ. ആദ്യം നമുക്ക് ഡെങ്കു ഫീവറിനെ കുറിച്ച് നോക്കാം. ഡെങ്കു ഫീവർ ഫാമിലി ഫ്ലാവിവിറിഡെ, ജീനസ് ഫ്ലാവി വൈറസ്. അതിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നോക്കുകയാണെങ്കിൽ ഇത് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ആർത്രോപോഡ് ബോൺ വൈറൽ ഡിസീസാണ്. ലാക്ക് ഓഫ് വാക്സിനും കാരണം നമുക്കിത് ഈ ഡിസീസ് ഇപ്പോഴും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അസിംറ്റമാറ്റിക് തുടങ്ങി സിവിയർ സിംറ്റംസ് വരെ ഈവൻ കോസ് ദ ഡെത്ത് കോസ് ചെയ്യുന്ന ഡിസീസാണ്. ഈ സിവിയർ ഡെങ്കു എന്ന് പറയുമ്പോൾ ഡെങ്കു ഹെമറജിക് ഫീവറും ഡെങ്കു ഷോക്ക് സിൻഡ്രോം കോസ് ചെയ്യും. അതിനെക്കുറിച്ച് നമ്മൾ സിംറ്റംസിൽ ഡീറ്റെയിൽ ആയിട്ട് പറയും. ജനറൽ ഓവർവ്യൂ പറയുകയാണെങ്കിൽ മൊസ്കിറ്റോ ബോൺ വൈറൽ ഡിസീസാണ്. ട്രോപ്പിക്കലും സബ് ട്രോപ്പിക്കലും ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ളതാണ്. ഇത് ഡെങ്കു എന്ന് പറഞ്ഞ വാക്ക് വരുന്നത് സൊഹാലിൽ നിന്നാണ്. ഇതിനെ നമ്മൾ ബ്രേക്ക് ബോൺ ഫീവർ എന്നും കൂടി പറയും. ഈ ബ്രേക്ക് ബോൺ ഫീവർ എന്ന് പറയാൻ കാരണം ഡെങ്കു ഫീവർ വരുമ്പോൾ അതിൻ്റെ സിംറ്റം എന്ന് പറയുന്നത് വൺ ഓഫ് ദ സിംറ്റം ജോയിൻറ്റും മസിൽ പെയിനും ആണ്. സിവിയർ ആയിട്ടുള്ള ജോയിൻറ്റും മസിൽ പെയിനും ഉള്ളതുകൊണ്ട് ഇതിനെ ബ്രേക്ക് ബോൺ ഫീവർ എന്നും കൂടി പറയും. ഇത് ക്ലിനിക്കലി സിമിലർ ടു ചിക്കൻ ഗുനിയ. ഈ ഡിസീസ് ട്രാൻസ്മിറ്റഡ് ബൈ ഫീമെയിൽ മൊസ്കിറ്റോ ആയ എയ്ഡ്സ് ഈജിപ്തിയാണ് നമ്മുടെ ഈ ഡെങ്കു വൈറസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ലെസർ എക്സ്റ്റെൻറ്റിൽ എയ്ഡ്സ് ആൽബോപിക്ടസും ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അസിംറ്റമാറ്റിക് ആകാം, അതല്ലെങ്കിൽ സിവിയർ ഡെങ്കു വരെ കോസ് ചെയ്യാനായിട്ട് പറ്റും. ഓർഗൻ ഇമ്പയർമെൻറ്റ്, പ്ലാസ്മ ലീക്കേജ് ഒക്കെ ഹൈ റിസ്ക് ഓഫ് ദ ഡെത്ത് കോസ് ചെയ്യും. ഇനി ഡെങ്കു വൈറസിനെ പറ്റിയുള്ള ഒരു സ്ട്രക്ചർ പറയുകയാണെങ്കിൽ ഇതിന് ഫാമിലി ഫ്ലാവിവിറിഡെ ആണ്. 4 സീറോടൈപ്സ് ഉണ്ട്. 4 ക്ലോസ്ലി റിലേറ്റഡ് സീറോടൈപ്സ് ഉണ്ട്. ഡെങ്കു വൈറസ് 1, ഡെങ്കു വൈറസ് 2, ഡെങ്കു വൈറസ് 3, ഡെങ്കു വൈറസ് 4. ഇതൊരു RNA വൈറസ് ആണ്. സിംഗിൾ സ്ട്രാൻഡഡ് ആണ്. പോസിറ്റീവ് സെൻസ് ആണ്. എൻവലപ്ഡ് ആണ്. നമുക്കിപ്പോൾ ഇമ്മ്യൂണിറ്റി പറയുകയാണെങ്കിൽ ടൈപ്പ് സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി ആണ്. അതായത് ഒരു ഇൻഫെക്ഷൻ വന്നിട്ട് ഒരു വ്യക്തിക്ക് ഡെങ്കു വൈറസ് 4 സീറോടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഡെങ്കു വൈറസ് 1 വെച്ചാണ് ഇൻഫെക്ഷൻ വന്ന് റിക്കവർ ആയതെങ്കിലും ആളുടെ ലൈഫ് സ്പാനിൽ പിന്നീട് ഡെങ്കു വൈറസ് 2ഉം 3ഉം 4ഉം വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതായത് ഒരു ഡെങ്കു സീറോടൈപ്പ് വെച്ചിട്ട് ഇൻഫെക്ഷൻ കോസ് ചെയ്താൽ അത് വെച്ചിട്ട് മാത്രമേ ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി ഉള്ളൂ. അതായത് ഒരാളുടെ ലൈഫ് സ്പാനിൽ 4 സെപ്പറേറ്റ് എപ്പിസോഡ്സ് ഓഫ് ഡെങ്കു വരാനായിട്ട് ചാൻസ് ഉണ്ട്, ഇമ്മ്യൂണിറ്റി ടൈപ്പ് സ്പെസിഫിക് ആയതുകൊണ്ട്. ആദ്യം സപ്പോസ് നമുക്ക് ഡെങ്കു വൈറസ് 1 വെച്ചിട്ടാണ് ഇൻഫെക്ഷൻ വന്ന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വൈറസ് 1 വെച്ചിട്ടാണ് നമുക്ക് ഇൻഫെക്ഷൻ വന്നതെങ്കിൽ സെക്കൻഡറി ഇൻഫെക്ഷൻ ബൈ അനദർ സീറോടൈപ്പ് ഇൻഫെക്ഷൻ വരുമ്പോൾ ഹൈ റിസ്ക് ചാൻസ് ഉണ്ട്. ഈ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞു ഫീമെയിൽ മൊസ്കിറ്റോ ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. എയ്ഡ്സ് ഈജിപ്തിയ, ലെസർ എക്സ്റ്റെൻസിൽ എയ്ഡ്സ് ആൽബോപിക്സ്
ഹോസ്റ്റസും ഡിസീസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ട്രാൻസ്മിഷനെ നമുക്ക് മോസ്കിറ്റോ ടു ഹ്യൂമൻ ട്രാൻസ്മിഷനും ഹ്യൂമൻ ടു മോസ്കിറ്റോ ട്രാൻസ്മിഷനും അങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. മോസ്കിറ്റോ ടു ഹ്യൂമൻ ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മോസ്കിറ്റോയുടെ ബ്ലഡ് മീലിൻ്റെ സമയത്ത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഹോസ്റ്റിൽ നിന്ന് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സണിൻ്റെ ബ്ലഡ് മീലിൻ്റെ സമയത്ത് വൈറസ് മോസ്കിറ്റോയിലേക്ക് എൻ്റർ ആവുന്നു. ഈ എൻ്റർ ആയ മോസ്കിറ്റോ സലൈവറി ഗ്ലാൻഡിൽ വെച്ചിട്ട് മോസ്കിറ്റോയുടെ മിഡ്ഗട്ടിൽ വെച്ചിട്ട് വൈറസ് റിപ്ലിക്കേറ്റഡ് ആവുന്നു. ഡെങ്കു പോസിറ്റീവ് ആയിട്ടുള്ള ഹോസ്റ്റിൽ നിന്ന് മോസ്കിറ്റോയ്ക്ക് വൈറസ് ബ്ലഡ് മീലിൻ്റെ സമയത്ത് കിട്ടുന്നു. ആ വൈറസ് മിഡ്ഗട്ടിൽ ചെന്ന് റിപ്ലിക്കേറ്റഡ് ആയതിനു ശേഷം ഡിസിമിനേറ്റ് ചെയ്യും സെക്കൻഡറി ടിഷ്യൂ ഇൻക്ലൂഡിങ് സലൈവറി ഗ്ലാൻഡ്. സലൈവറി ഗ്ലാൻഡിലേക്ക് ഡിസിമിനേറ്റഡ് ആയി. ഈ സലൈവറി ഗ്ലാൻഡിൽ ഡിസിമിനേറ്റ് ആയത് മോസ്കിറ്റോ ഈ പുതിയൊരു ഹോസ്റ്റിലേക്ക് ചെന്നിട്ട് ബ്ലഡ് മീലിൻ്റെ സമയത്ത് ബൈറ്റ് ചെയ്യുമ്പോൾ ഈ വൈറസ് പുതിയൊരു അൺഎഫക്റ്റഡ് ആയിട്ടുള്ള ഹോസ്റ്റിനെ ഡെങ്കു വൈറസ് പോസിറ്റീവ് ആക്കാനായിട്ട് ഡിസീസ് ട്രാൻസ്മിഷന് പറ്റും. ഇവിടെ പഠിക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എക്സ്ട്രീൻസിക് ഇൻക്യുബേഷൻ പീരീഡാണ്. EIP എന്ന് പറയും. EIP എന്ന് പറയുന്നത് നമ്മുടെ വൈറസ് മോസ്കിറ്റോയുടെ മിഡ്ഗട്ടിലേക്ക് ചെന്ന് ഇഞ്ചക്ഷൻ ഓഫ് വൈറസ് ടു മോസ്കിറ്റോ, അതിനുശേഷം മോസ്കിറ്റോ നമ്മുടെ ന്യൂ ഹോസ്റ്റിലേക്ക് ട്രാൻസ്മിഷനുള്ള ടൈം പീരീഡ്. മോസ്കിറ്റോയിലേക്ക് വൈറസ് കിട്ടിയതിന് ശേഷം പുതിയൊരു ഹോസ്റ്റിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുള്ള ആ ഒരു ടൈം പീരീഡിനാണ് EIP എന്ന് പറയുന്നത്. അതൊരു 8 to 12 days ആണ്. അതൊരു ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. പിന്നെ ഈ വൈറസ് നമ്മുടെ വൺസ് എൻറ്റേഴ്സ് ടു മോസ്കിറ്റോ ലൈഫ് ലോങ് ആയിട്ട് മോസ്കിറ്റോയ്ക്ക് റെസ്റ്റ് ഓഫ് ദ ലൈഫ് മോസ്കിറ്റോയ്ക്ക് വൈറസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മോസ്കിറ്റോയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് നിയർലി 1 to 2 months ആണ്. അടുത്തത് ഹ്യൂമൻ ടു മോസ്കിറ്റോ ട്രാൻസ്മിഷനാണ്. ഹ്യൂമൻ ടു മോസ്കിറ്റോ ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പേഷ്യൻ്റ് അസിംറ്റമാറ്റിക് ആയിരിക്കാം, സിംറ്റമാറ്റിക് ആയിരിക്കാം. ഈ ഒരു ഹ്യൂമൻ ഡെങ്കു വൈറസ് പോസിറ്റീവ് ആയിട്ടുള്ള ഹ്യൂമനിൽ സിംറ്റംസ് കാണിക്കുന്നതിനേക്കാൾ 2 ദിവസം മുമ്പായിട്ടും ഫീവർ വന്നതിന് 2 ദിവസം ശേഷം ആഫ്റ്റർ ഫീവർ 2 days ആഫ്റ്റർ ഫീവർ ശേഷവും നമുക്ക് വൈറസ് മോസ്കിറ്റോയിലേക്ക് ട്രാൻസ്മിറ്റ് ആകാൻ ഡ്യൂറിങ് ബ്ലഡ് മീലിൻ്റെ സമയത്ത് ഹ്യൂമനിൽ നിന്ന് മോസ്കിറ്റോയിലേക്ക് വൈറസ് ട്രാൻസ്മിറ്റഡ് ആകും. വേറൊരു മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് പ്രൈമറി മോഡ് എപ്പോഴും മോസ്കിറ്റോ തന്നെയാണ്. പേഴ്സൺ ടു പേഴ്സൺ ട്രാൻസ്മിഷൻ ഇല്ല. വേറൊരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ മെറ്റേണൽ ട്രാൻസ്മിഷനാണ്. പ്രഗ്നൻറ്റ് മദറിന് ഡെങ്കു പോസിറ്റീവ് ആണെങ്കിൽ ബേബിക്കും പോസിറ്റീവ് വൈറസ് ട്രാൻസ്മിറ്റ് ആകാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇതാണ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. അടുത്ത സിംറ്റമാണ് സിലബസിൽ ഒരു വൈറസിൻ്റെ ഡെങ്കുവിന് ഏതൊരു വൈറസിനെ പറ്റി പഠിക്കുമ്പോൾ ജനറൽ ഓവർവ്യൂ, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, സിംറ്റംസ്, ലാബ് ഡയഗ്നോസിസ്, പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ആണ്. നമ്മൾ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ കഴിഞ്ഞു. ഇനി അടുത്ത സിംറ്റമാണ്. സിംറ്റം പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഡെങ്കുവിന് 4 സീറോടൈപ്പ് വൈറസിൽ 4 സീറോടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ 4 സീറോടൈപ്പും വൈഡ് റേഞ്ച് ഓഫ് ഡിസീസ് ആണ് കാണിക്കുന്നത്. റേഞ്ചിങ് ഫ്രം അൺഡിഫറൻഷ്യേറ്റഡ് അക്യൂട്ട് ഫെബ്രിൽ ഇൽനെസ് അല്ലെങ്കിൽ ക്ലാസിക് ഡെങ്കു ഫീവർ, അതല്ലെങ്കിൽ ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷൻ ഡെങ്കു ഹെമറേജിക് ഫീവർ, ഡെങ്കു ഷോക്ക് സിൻഡ്രോം കാണിക്കാനായിട്ട് സാധിക്കും. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഇത് ക്വസ്റ്റ്യൻ ബാങ്കിലുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഇൻക്യുബേഷന് ശേഷം 3 to 15 days ശേഷം നമുക്കിതിനെ 3 ഫേസാക്കി ഡിവൈഡ് ചെയ്യാം. ഫെബ്രൽ ഫേസും, ക്രിട്ടിക്കൽ ഫേസും, സിവിയർ ഫേസും. ഫെബ്രൽ ഫേസ് പറയാനുള്ള ഇൻക്യുബേഷന് ശേഷം 3 to 15 days ശേഷം നമുക്ക് ഒരു ക്ലാസിക്കൽ ഡെങ്കു ബിഗിൻ ചെയ്യും. സ്റ്റാർട്ടിങ് ഫീവറിൽ നിന്നാണ്. 39 to 41 degree Celsius ഫീവർ കോസ് ചെയ്തതിന് ശേഷം ഫോളോഡ് ബൈ ഹെഡ് ഏക്ക്, ചിൽനെസ്, ബാക്ക് പെയിൻ കോസ് ചെയ്യും. പിന്നെ നമ്മുടെ ഫ്ലഷിങ് ഓഫ് ഫേസ്, മാക്കുലർ റാഷ് ഒക്കെ ഫീവറിൻ്റെ സമയത്ത് കോസ് ചെയ്യാനായിട്ട് പറ്റും. ഇതൊരു 2 to 6 days ശേഷം നമുക്ക് ഡെങ്കു പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്ക് നോസിയ, വോമിറ്റിംഗ്, ലിംഫ് അഡിനോപ്പതി കോസ് ചെയ്യും, ഡെവലപ്പ് ചെയ്യും. ഫീവർ ഒരു 4 to 6 days ആണ് പെർസിസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഡിസ്റ്റർബൻസസ് ഫോം ചെയ്യും. ഈ ഡെങ്കുയുടെ ഫീവർ എന്ന് പറയുന്നത് ബൈഫേസിക് ആണ്. സാൻഡിൽ ബാക്ക് എന്ന് പറയും. 2 ഫേസ് ആയിട്ടാണ്. ആദ്യം ഫീവർ വന്നതിന് ശേഷം ഹൈ ഫീവർ കോസ് ചെയ്തതിന് ശേഷം അതൊന്ന് ടെമ്പറേച്ചർ ഒന്ന് കുറഞ്ഞിട്ട് സെക്കൻഡ് ഫേസ് വീണ്ടും ഫീവർ കോസ് ചെയ്യും. അതിനാണ് ബൈഫേസിക് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത്
ക്രിട്ടിക്കൽ ഫേസ് ആദ്യം ഫെബ്രുവരിയിൽ പറഞ്ഞു, പിന്നെ ക്രിട്ടിക്കൽ ഫേസ്. ഈ ക്രിട്ടിക്കൽ ഫേസിൽ നമ്മുടെ ഡെഫർവെസൻസിൻ്റെ സമയത്ത് ടെമ്പറേച്ചർ ഒന്ന് കുറയും, 37 to 38 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ അതിലും കുറഞ്ഞിട്ടായിരിക്കും നമ്മുടെ ടെമ്പറേച്ചർ വരുന്നത്. ഇതിൽ നമ്മുടെ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് കുറയും, പ്ലാസ്മയുടെ ലീക്കേജ് കോസ് ചെയ്യും. അടുത്ത ഫേസ് എന്ന് പറയുന്നത് സിവിയർ ഫേസ് ആണ്. സിവിയർ ഫേസ് ആണ് DHFും DSSും. ഡെങ്കു ഹെമറേജിക് കണ്ടീഷൻ, ഹെമറേജിക് ഫീവറും ഡെങ്കു ഷോക്ക് സിൻഡ്രോം. ഹെമറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ബ്ലീഡിങ് കോസ് ചെയ്യും വിത്ത് ഹൈ ഫീവർ. ഡെങ്കു ഷോക്ക് സിൻഡ്രോം എന്ന് പറയുമ്പോൾ നമ്മുടെ പ്ലാസ്മ ലീക്കേജ് കോസ് ചെയ്തിട്ട് ഓർഗൻസിൻ്റെ ഇമ്പയർമെൻറ്റ് നടക്കും. അടുത്തത് ലാബ് ഡയഗ്നോസിസ് ആണ്. ലാബ് ഡയഗ്നോസിസ് മെയിനായിട്ടും സെറോളജി മെത്തേഡും വൈറോളജി മെത്തേഡാണ്. സെറോളജിയിൽ നമ്മുടെ ആൻറ്റിബോഡിയുടെ പ്രൊഡക്ഷൻ IgMും IgGയും. IgM നമുക്കറിയാം റീസെൻ്റ് ഇൻഫെക്ഷനാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. IgGയുടെ പ്രസൻസിൽ നമുക്ക് പാസ്റ്റ് ഇൻഫെക്ഷനാണ് ഡിറ്റക്ട് ചെയ്യുക. ഇത് എലീസ മെത്തേഡ് വഴിയിട്ടാണ്, നമ്മൾ എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബൻറ്റസി വഴിയിട്ടാണ് ആൻറ്റിബോഡിയുടെ ഡിറ്റക്ഷൻ നടത്തുന്നത്. അടുത്തത് പറയുന്നത് വൈറോളജി മെത്തേഡാണ്. വൈറോളജിക്കൽ മെത്തേഡിൽ RT-PCR ആണ്, RT-PCR മെത്തേഡാണ്. പിന്നെ വേറെ മെത്തേഡ് പറയുന്നത് നമ്മുടെ വൈറസിൻ്റെ ഔട്ടറിൽ നോൺ സ്ട്രക്ചറൽ ആയിട്ടുള്ള പ്രോട്ടീൻസ് ഉണ്ട്, അതിൻ്റെ ഡിറ്റക്ഷനാണ് വേറെ മെത്തേഡ് പറയുന്നത്. ഈ ട്രീറ്റ്മെൻറ്റും പ്രിവെൻഷനും കൺട്രോളും പറയുകയാണെങ്കിൽ, ട്രീറ്റ്മെൻറ്റ് പറയുകയാണെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഡെങ്കു ഫീവറിന് സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റ് ഇല്ല. ഫീവറിനും പെയിൻ കില്ലറിനും റെഡ്യൂസ് ചെയ്യാനുള്ള സപ്ലിമെൻറ്റ്സ് കൊടുക്കാം. പിന്നെ നോൺ സ്റ്റീറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് കൊടുക്കരുത്. അത് കൊടുത്താൽ ബ്ലഡിൻ്റെ തിന്നിങ് കോസ് ചെയ്യും. അങ്ങനെ കോസ് ചെയ്താൽ ഹെമറേജിനുള്ള ഹൈ റിസ്ക് ഉണ്ടാകും. വാക്സിനേഷൻ പറയുകയാണെങ്കിൽ ഇമ്മ്യൂണിറ്റിക്കുള്ള വാക്സിൻസ് ഇതുവരെ ഇല്ല. പക്ഷേ വൺസ് നമ്മൾ പറഞ്ഞു 4 സീറോടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു ഡെങ്കു വൈറസസിന്. ആദ്യം ഒരു സീറോടൈപ്പ് വെച്ചിട്ട് ഒരാൾക്ക് ഡെങ്കു ഫീവർ വന്ന് റിക്കവർ ആയതിനു ശേഷം നമുക്കൊരു ഡെങ്കു വാക്സിൻ ഉണ്ട്. ഡെങ്ക് വാക്സിയ ആണ് ആ വാക്സിൻ്റെ പേര്. അത് ഒരു വട്ടം ഡെങ്കു ഫീവർ വന്നതിന് ശേഷം കൊടുക്കാവുന്ന വാക്സിനാണ് ഇത്. പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ പറയുമ്പോൾ മെയിനായിട്ട് മോസ്കിറ്റോ ബ്രീഡിങ്ങിൻ്റെ പ്രിവെൻഷനാണ് നടത്തുന്നത്. പിന്നെ മോസ്കിറ്റോ ബൈറ്റിൽ നിന്ന് പ്രൊട്ടക്ഷൻ നടത്താം. കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റ് ആക്ടിവിറ്റീസ്, റിയാക്റ്റീവ് വെക്റ്റർ കൺട്രോൾ, ആക്റ്റീവ് മൊസ്കിറ്റോ വൈറസ് സർവൈലൻസ്, അങ്ങനത്തെ ആക്ടിവിറ്റീസ് ചെയ്തിട്ട് നമ്മുടെ മൊസ്കിറ്റോൻ്റെ ബ്രീഡിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യാം. പിന്നെ ഒരു പോർഷനാണ് എപ്പിഡമോളജി, ക്വസ്റ്റ്യൻ ബാങ്കിലുള്ളതാണ്. എപ്പിഡമോളജി നമ്മുടെ ഡെങ്കു ഫീവർ എവിടെയൊക്കെയാണ് കണ്ടിട്ടുള്ളത്. ഇത് വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, ട്രോപ്പിക്കലും സബ് ട്രോപ്പിക്കലും, മെയിൻലി ഇൻ അർബൻ സെമി അർബൻ ഏരിയയിലാണ്. വെക്ടർ ബോൺ ഡിസീസ് ആയതുകൊണ്ട് തന്നെ വേൾഡ് വൈഡ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും 100 to 400 മില്യൺസ് ഇൻഫെക്ഷൻ പേഷ്യൻസ് ഉണ്ടാവുന്നുണ്ട്. അസിംറ്റമാറ്റിക്, ചില കേസിൽ അസിംറ്റമാറ്റിക് ആയതുകൊണ്ട് തന്നെ ഡിസീസിൻ്റെ സ്പ്രെഡ് പെട്ടെന്ന് മിസ്ഡയഗ്നോസിസ് ആവാത്തതുകൊണ്ട്, മെനി കേസസിൽ മിസ്ഡയഗ്നോസിസ് ആവാത്തതുകൊണ്ട് ഈ ഡിസീസ് പെട്ടെന്ന് പടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വൺ പ്ലേസ് ഡെങ്കു വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാൾ ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക് പോകുമ്പോൾ ഇൻഫെക്ഷൻ ട്രാവൽ ത്രൂ ഇൻഫെക്ഷൻ സ്പ്രെഡ് ആകുന്നുണ്ട്. ഇൻഫെക്ഷൻ എപ്പോഴും വെക്ടേഴ്സ് ത്രൂ ആണ് സ്പ്രെഡ് ആക്കുക. താങ്ക് യു.